ഇങ്ങനെ എന്നാ മതി, അടുത്ത പരിപാടി പിടിക്കണ്ടേ? ഇന്നത്തെ പരിപാടി ചിലപ്പം എൻ്റെ ഒന്നാമത്തെ കാര്യം എൻ്റെ സൗണ്ട് ഒന്ന് പോയിരിക്കും. ഇൻട്രോ പറയാൻ പോലും പറ്റാത്തൊരു സിറ്റുവേഷൻ. പിന്നെ അല്ലെങ്കിൽ അങ്ങ് മറിച്ചേനെ. ഞാൻ മറിക്കോ ഇല്ല എന്നുള്ളത് ഇവിടെ നിൽക്കട്ടെ. കാര്യം ഇപ്പൊ ഈ വരുന്ന 15-ാം തീയതി ഗവൺമെന്റ് ഒരു വാഗ്ദാന സ്ത്രീകൾക്ക് എഴുതിയിട്ടുണ്ട്. അതുണ്ട്. അതായത് KSRTC സൗജന്യ യാത്ര എന്ന് പറയുന്ന ഒരു സംഗതി. അപ്പൊ അതിനകത്ത് ഗവൺമെന്റ് മറിക്കോ ഇല്ല എന്നുള്ളത് നമുക്ക് നോക്കാം. പിന്നെ നമ്മൾ നിൽക്കുന്ന ഒരു സ്ഥലത്തിന് ഏറ്റവും വലിയൊരു പ്രത്യേകതയുണ്ട്, നിനക്കറിയാൻ തോന്നുന്നു. ഇവിടുത്തെ പ്രത്യേകത നമ്മളെ പത്തനാപുരത്ത് നിൽക്കുന്നത്. അതെ, പത്തനാപുരത്തിന്റെ ഒരു പ്രത്യേകത പറഞ്ഞു KSRTC ഇത്രത്തോളം ഒരു മേഖലയിൽ എത്തിച്ച ഒരു രീതി എന്ന് പറയുന്നത് നമ്മുടെ ഗണേഷ് കുമാറാണ്. തീർച്ചയായിട്ടും. അപ്പൊ ഈ പ്രാവശ്യം പുള്ളി ഇവിടെ നിന്നിട്ട് ഈ മണ്ഡലത്തിൽ നിന്ന് തോറ്റുപോവുകയും ചെയ്തു. നമുക്ക് ഈ മണ്ഡലത്തിലുള്ളവരോട് തന്നെ നമുക്ക് ചോദിച്ചു നോക്കാം. ഇതൊരു ഐഡിയ ആണ്. ശരി, ഓക്കെ, അപ്പൊ തുടങ്ങാം. അവരെടുത്ത നടപടി ശരിയാ, പക്ഷെ നമുക്ക് പ്രായമുള്ളവർക്കും ഈ സുഖമില്ലാത്തവരൊക്കെ ഉണ്ടല്ലോ, അവർക്കൊക്കെ കൊടുക്കുന്നതിനോടാണ്. ഓക്കെ, നമുക്ക് ഭയങ്കര നഷ്ടം സംഭവിക്കാനിടയുണ്ട്. അതെ, കാരണം നമുക്ക് സ്കൂൾ പിള്ളേർ മാത്രമാണ് നമ്മൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ 2 രൂപ 3 രൂപയ്ക്കൊക്കെ പിള്ളേർ പോകുന്നത്. അപ്പം നമുക്ക് ഒരുപാട് നഷ്ടം സംഭവിക്കും. കാരണം ഇത് വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. അനുകൂലിക്കുന്നു ചോദിച്ചാൽ KSRTCക്ക് നഷ്ടം ആവുകയോ? പക്ഷെ KSRTCക്ക് നഷ്ടം വരുന്നതിനോടൊപ്പം ഇവിടുത്തെ സാധാരണ പ്രൈവറ്റ് ബസ് ഓണേഴ്സ് ഉണ്ട്, ഇല്ലെങ്കിൽ അവിടുത്തെ ജോലിക്കാർ ഒരുപാട് പേരുണ്ട്. അവരെ ബാധിക്കുമോ എന്നുള്ള ഒരു ഇതില്ല. ഉണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങളുടെ മുൻ മന്ത്രിയായിട്ടുള്ള ഗണേഷ് കുമാർ പറഞ്ഞത് ഒരു നഷ്ടത്തിലേക്ക് പോകുന്നതാണ്. അതാ ഞാനും പറയുന്നത്, ഒരു നഷ്ടത്തിലേക്ക് പോകുന്നുള്ളതാണ് എന്റെ ഒരു അഭിപ്രായം. ആള് പറഞ്ഞു ഞങ്ങളുടെ കളക്ഷനെ ബാധിക്കും, ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടാവും. കാര്യം ഞങ്ങളുടെ ശമ്പളത്തെയൊക്കെ അത് ബാധിക്കും. നമ്മുടെ കളക്ഷന്റെ ബാറ്റൊക്കെയാണ്, അതിനകത്ത് നമുക്ക് വലിയ ബുദ്ധിമുട്ടാവും. അത് തന്നെയല്ല, ഇത് അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് നഷ്ടം വരത്തില്ല. KSRTC ഇപ്പൊ വളരെ നഷ്ടത്തിലാണെന്നാണല്ലോ ഗവൺമെന്റ് പറയുന്നത്. അങ്ങനെയുള്ള അവസ്ഥയില് ഇത് ഫ്രീ കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെ അവർക്ക് മുതലാവും? പ്രാബല്യത്തിൽ അതൊന്നും വരികയല്ലെന്ന് ചുമ്മാതെ പേപ്പറിലെ പശു പുല്ല് ഇനത്തില്ല. അത് പ്രാബല്യത്തിൽ വരികയല്ല. സൗജന്യം ഒന്നും ചെയ്യത്തില്ല, അതിനൊന്നും ആരും കയറി പോവുകയില്ല. പിന്നെ കുറച്ചെങ്ങനെ കാണാൻ നോക്കും, നടക്കുകയല്ല ഒന്നും. അപ്പം നമ്മുടെ സ്ത്രീകളെ ഈ നമ്മുടെ മുഖ്യമന്ത്രി പറ്റിക്കുകയാണെന്നാണോ പറഞ്ഞത്? ഒരു വാഗ്ദാനം പറഞ്ഞു, അയാളിൽ പ്രതീക്ഷിച്ചത് അയാൾക്ക് തെറ്റിപ്പോയി, ഇനി അയാൾ ചെയ്യണമെന്നുണ്ടോ? ഈ വോട്ടല്ല, ഇത്രയും പ്രായത്തിൽ ഞാൻ ഈ വോട്ടല്ല ഇട്ടിരിക്കുന്നത്. ഒരാടെയും വണ്ടിയേക്ക് ഞാൻ പോയിട്ടില്ല. എന്റെ കാശുവരവിന്ന് 200-ഉം 100-ഉം 50-ഉം ഒക്കെ ചെലവാകത്തക്ക പനമ്പറ്റ വരെ ഞാൻ പോയി വോട്ടിട്ടിട്ടുണ്ട്. ഞാൻ എനിക്ക് വോട്ടിനോട് താല്പര്യമുണ്ട്, ഞാൻ പോയി ചെയ്തു. അതായത് മറ്റൊരാടെ പൈസയുടെ പുറത്ത് ഞാൻ പോവുകയില്ല. 35,000 ബസ്സുള്ളിടത്ത് ഇപ്പൊ 7,000 ബസ്സാണ് നിരത്തുകളിൽ ഓടുന്നത്. പ്രൈവറ്റ് ബസ് 7,000 ബസ്സുകൾ മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മളത് ശരിക്കും ബാധിക്കും. തമിഴ്നാട്ടിലും കർണാടകത്തിലും കൂട്ടല്ലല്ലോ ഇവിടെ പൊതുവെ ഈ നിരത്തുകളിൽ ആള് വളരെ കുറവാണ്. ഇപ്പോഴത്തെ മന്ത്രിസഭ VD സതീശൻ നടത്തിയ പ്രഖ്യാപനം നിങ്ങളോടുള്ള ഒരു വലിയ ചതിയാണെന്ന് തോന്നുന്നു. നമ്മുടെ ഉപജീവന മാർഗം ഇല്ലാണ്ടാവുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് അത് പോകുന്നത്. അപ്പൊ നമ്മളോടും ഇതിന്റെ പ്രൈവറ്റ് ഓണേഴ്സിനോടും ഉള്ള ഒരു ചതുവായിട്ടാണത്. ഒരു ഭരണം പിടിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ ബലിയാടാക്കുന്നത്. അതെ. ഇപ്പൊ ഇത്രയും തൊഴിലാളികൾക്ക് ശമ്പളം കൊടുക്കണം, ഇതിന്റെ മെയിൻ്റനൻസ് തന്നെ വലിയ ഒരു ചെലവാണ്. പിന്നെ ടയർ തേയ്മാനം ഭയങ്കരമാണ്. അതെ. അപ്പോൾ ഇതെല്ലാം കൂടെ ഒരു ബസ് മുതലാളിയെ കൊണ്ട് നടത്തിക്കൊണ്ട് പോകാൻ ഈ വന്ന സാഹചര്യത്തിൽ വളരെ പ്രയാസകരമാണ്. അതിന്റെ കൂടെ ഇപ്പോൾ ഈ ഒരു ഇതൂടെ നിങ്ങൾ വലിയൊരു ആശങ്കയിലാണ്. ശരിയാണോ എന്ന് ചോദിച്ചാല് ശരിയല്ല. പക്ഷേ നമുക്ക് മറ്റുള്ള പാർട്ടിക്കാർക്ക് കൂടെ നോക്കട്ടെ. സൗജന്യ യാത്ര തന്നാ ഞങ്ങളെ പോലുള്ള സ്ത്രീകൾക്ക് നല്ലതാണ്. തരുമോ ഇല്ലയോന്നും നമുക്ക് അറിയത്തില്ല. 15-ാം തീയതി മുതൽ ഉണ്ടെന്ന് പറയുന്നു. നിങ്ങൾ ഹാപ്പിയാണോ? അതിന് നമ്മൾ ഹാപ്പിയാണ്. കാരണം നമുക്ക് ഞങ്ങളെ പോലുള്ള ജോലിക്ക് വരുന്നവർക്ക് 1 മാസം വണ്ടിക്കൂലി ലാഭമായിട്ട് കിട്ടിയാൽ ഞങ്ങൾക്ക് അത്രയും നല്ലതല്ലേ. ആ പൈസ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും ആഹാരം വാങ്ങിച്ചു കൊടുക്കാനോ ചെലവിനൊക്കെ. ഇതേപോലെ തന്നെ ആഹാരം മേടിച്ചു കൊടുക്കുന്ന ഇവിടുത്തെ പ്രൈവറ്റ് ബസ്സിലെ കണ്ടക്ടർ, ക്ലീനർ, ഇങ്ങനെയൊക്കെ പറയുന്ന കുറെ വിഭാഗങ്ങളുണ്ട്. അവർക്കും ഉണ്ട് ഭാര്യമാരും, അത് സ്ത്രീകളും അടങ്ങുന്ന അമ്മയൊക്കെ ഉണ്ട്. ഈ പറയുന്ന പ്രശ്നങ്ങൾക്ക് അവർക്കും ഉണ്ടാകില്ല. അവർക്കും അവരുടെ ജോലിയിലും ബാധിക്കും. പ്രൈവറ്റ് ബസ്, ഞങ്ങളെ പോലുള്ള ടാക്സിക്കാർക്ക് എല്ലാവരും ബാധിക്കും. ടാക്സിക്കാരെ എങ്ങനെയാണ് ബാധിക്കും? ടാക്സിക്കാർ സ്ത്രീകൾ ഇപ്പോൾ ഒരാൾ കയറി റിട്ടേൺ കയറേണ്ട, ഒരാൾ 10 രൂപ വന്നിട്ട് ഇവിടെ ഇറങ്ങുന്ന ഒരു ബസ് വരുവാണെങ്കിൽ അതിനകത്തേക്ക് കയറി പോകും. 10 രൂപ അവർക്ക് ലാഭിക്കും. നമ്മളെന്ന് പറഞ്ഞാൽ റിട്ടേൺ കാശ് ഒരു 50 രൂപ കിട്ടിയാൽ അത്രയും നല്ലതെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരോട്ടം പോകുന്നു. ഒരു തീരുമാനം തെറ്റായി എന്നാണോ? ഈ തീരുമാനത്തോട് ഞാൻ യോജിക്കുന്നില്ല. നല്ലതുപോലെ നമ്മുടെ ഗണേഷ് കുമാർ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് ഇപ്പൊ ഇറങ്ങിയപ്പോ പറയുന്ന ഇത്ര കോടി രൂപ ബാധ്യതയുണ്ടെന്ന് KSRTC. അപ്പൊ ഇനി ഫ്രീ കൂടെ കൊടുത്തു കഴിയുമ്പോ ഇനി എങ്ങനായിരിക്കും അതിന്റെ അവസ്ഥ? കിട്ടുമോ? അങ്ങനെ കിട്ടുമോ? അത് എന്താണ് നിങ്ങൾ നോക്കി കാണുന്നത്? എന്താ
ഞങ്ങളും അത് കിട്ടിയ വലിയൊരു ഉപകാരം അങ്ങനെ പക്ഷേ- കിട്ടുവാന്നുണ്ടെങ്കിൽ. ഓക്കെ. പക്ഷെ അതേ സമയത്ത് വേറൊരു സൈഡില് ഇവിടുത്തെ പാവം പിടിച്ച കുറെ പ്രൈവറ്റ് ബസ് ജീവനക്കാരുണ്ട്. അവരുടെ കുടുംബത്തെ അവരുടെ കുടുംബത്തെ ഇത് ബാധിക്കുന്ന ഒരു കാര്യമാണ്. അത് അവർക്കും വേണം എല്ലാ രീതിയിലും. അവർക്കൊരു വരുമാനം ഇല്ലാതെ ജീവിക്കാൻ ഒക്കത്തില്ലല്ലോ. അതെ. ഇതുകൊണ്ടല്ലേ ഇവത്തെങ്കിലും ജീവിക്കുന്നത്. അപ്പൊ അത് വേണം, അവർക്കും വേണം. ഓക്കെ. അപ്പം ഇതെന്താണ്, നടപ്പാക്കണമെന്നാണോ? നടപ്പാക്കണമെന്ന് ചോദിച്ചാൽ രണ്ടും വേണം എന്റെ ആഗ്രഹം. നിങ്ങൾക്ക് മാക്സിമം കളക്ഷൻ എടുത്ത് നിങ്ങൾ ആ ഒരു ടാർഗറ്റ് തികയ്ക്കുക, ഇതിനെ ഒന്ന് നിലനിർത്തി കൊണ്ടുപോകാന്ന് പറയുന്നത് ഒരു മനഃപൂർവ്വമല്ല നിങ്ങൾ ഈ ഓട്ടപ്പാച്ചിൽ ഇല്ല, നടത്തുന്നത്. ഓട്ടപ്പാച്ചിലെന്ന് അത് പറയാനൊക്കില്ല. കാര്യം എന്താ, എല്ലാ വണ്ടിക്കും ടൈമുണ്ട്, KSRTCക്കും ടൈമുണ്ട്, പ്രൈവറ്റിനും എല്ലാത്തിനും ടൈമുണ്ട്. നമ്മൾ ആ ടൈം തെറ്റി ചിലപ്പോൾ എവിടെ ഒരു ബ്ലോക്ക് ഒക്കെ ആയി കിടന്നു കഴിയുമ്പോൾ നമ്മൾ ടൈമിന് ഓടിയെത്തണം. കാര്യം ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് ആളിനെ എടുക്കാൻ ഒക്കത്തില്ല. എടുക്കാതെ. ഒരടുത്ത വണ്ടിയുടെ ടൈം ആയില്ലേ, അതിന് വേണ്ടിയില്ല. അല്ലാതെ മനഃപൂർവ്വം ആരും ഒരു അപകടത്തിന് വേണ്ടി അങ്ങനെ പോകുന്ന ഒരു സമയത്താണ് ഈ സൗജന്യ യാത്രയും കൂടെ വരുന്നത്. വീട്ടിലെ സ്ത്രീകളെ ഈ സൗജന്യ യാത്രയ്ക്ക് പ്രേരിപ്പിക്കുമോ? ഇല്ല, ഒരിക്കലും ഇല്ല. കാര്യം എന്താ വെച്ചാൽ നമ്മള് എത്ര കുടുംബങ്ങൾ ഞങ്ങൾ ഇത് കഴിയുന്നത് അവർക്കറിയാം. നമ്മുടെ വീട്ടിലെ പെണ്ണുങ്ങൾക്കൊക്കെ അറിയാം. നമ്മൾ ഇതും കൊണ്ട് ചെന്നിട്ടല്ലേ നമ്മള് അന്നം മേടിക്കുന്നത്. പ്രഖ്യാപനം നല്ലതാ, പക്ഷെ പറഞ്ഞോളം നടപ്പിലാക്കണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എവിടെ പോകാൻ യാത്ര ചെയ്യുന്ന സൗകര്യമുണ്ട്, തീർത്ഥാടന കേന്ദ്രം പോകാൻ സൗകര്യമുണ്ട്, എല്ലായിടം പോകാനുണ്ട് എന്നുള്ളതാണ്. അതിൽ സർക്കാർ ഏത് തലത്തിലാണ് നടപ്പിലാക്കാൻ വേണ്ടി പോകുന്നതാണ് അത് പ്രശ്നം. അതിലിപ്പോ എല്ലാവർക്കും സൗജന്യം ലഭ്യമാക്കുന്ന നല്ല കാര്യം തന്നെയാണ്, അതിനോട് യോജിപ്പുണ്ട്. പക്ഷെ ഒരു കാര്യമുള്ളത്, സർക്കാർ ജനങ്ങളുടെ അത് പറഞ്ഞ വോട്ട് വാങ്ങിച്ചു. ആ വോട്ട് നടപ്പിലാക്കുന്നതിന് പ്രതിജ്ഞാബദ്ധമാണ് ആ ഗവൺമെന്റ് അധികാരത്തിൽ വന്നത്. അങ്ങനെയാണ് ജനങ്ങൾ വല്ല ഒരു സ്ത്രീകൾ വോട്ട് ചെയ്തത്. ഇപ്പൊ എല്ലാ സ്ത്രീകൾക്കും എല്ലായിടും യാത്രയും കഴിയുന്ന തരത്തിലേക്ക് ഇപ്പോ എല്ലാ തരത്തിലും ഇപ്പോൾ തീർത്ഥാടന കേന്ദ്രങ്ങൾ, ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആകുന്നതിന് മുമ്പേ പ്രതിപക്ഷ നേതാവായിരുന്ന VD സതീശൻ വീടുകളിൽ കയറി പറഞ്ഞിട്ടുള്ളത്, KC വേണുകൾ പറഞ്ഞിട്ടുള്ളത് എല്ലാവർക്കും സൗജന്യ യാത്ര, എല്ലാ സ്ഥലങ്ങളിലേക്കും സൗജന്യ യാത്ര, തീർത്ഥാടന കേന്ദ്രത്തിൽ പോകാൻ നല്ല രൂപത്തിലേക്കാണ്. അങ്ങനെ സംവിധാനം ചെയ്യുമ്പോൾ കേരളത്തിലെ പാവപ്പെട്ട ലക്ഷക്കണക്കായ തൊഴിലാളി കുടുംബങ്ങൾ അനുഭവിക്കുന്ന KSRTC പ്രസ്ഥാനം തകർന്നു പോകാത്ത രൂപത്തിൽ ഗവൺമെന്റ് സംവിധാനം ഒരുക്കുകയാണ്. ഗവൺമെന്റ് ഈ ഒരു നിലപാട് പിൻവലിക്കണമെന്നുള്ളത്. ഇത് പിൻവലിക്കത്തില്ല. പിൻവലിച്ചു കഴിഞ്ഞാൽ അത്രയും പ്രതിഷേധങ്ങളും കാര്യങ്ങളും ആകത്തില്ലേ, ഇലക്ഷന്റെ സമയത്ത് വാക്കില്ലേ. ഓക്കെ. പക്ഷെ ഇപ്പൊ നിങ്ങൾ പ്രതിഷേധിക്കത്തില്ലേ ഈ ഒരു 15-ാം തീയതിക്ക് ശേഷം? അതെന്താ അസോസിയേഷൻ തീരുമാനിക്കും. ഓക്കെ. പുതിയ അറിയിപ്പുകൾ എന്തെങ്കിലും വന്നിരുന്നു അസോസിയേഷന്റെ ഭാഗത്തുനിന്ന്? ഇല്ല. ഇപ്പോൾ കേരളത്തിലെ പൊതുമേഖലാ രംഗത്ത് നിൽക്കുന്ന KSRTCയെ മെച്ചപ്പെടുത്തുന്ന വലിയ സമീപനം സ്വീകരിച്ചാണ് കഴിഞ്ഞ ഗവൺമെന്റ്. അതിന്റെ ഭാഗമായി ഏറ്റവും നല്ലതായി തിളങ്ങി നിന്ന മന്ത്രിയാണ് ശ്രീ KV ഗണേഷ് കുമാർ. അദ്ദേഹം മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ, അദ്ദേഹം ഇതൊക്കെ പഠിച്ചിരുന്ന ഒരാളാണ്. അദ്ദേഹം മനസ്സിലാക്കിയ അടിസ്ഥാനത്തിൽ നഷ്ടക്കച്ചവടമായിരിക്കുന്നവരെ കോർപ്പറേറ്റ് സംബന്ധിച്ചാൽ ഞാൻ പറഞ്ഞ അർത്ഥം അതല്ല. ജനങ്ങളുടെ വോട്ട് വാങ്ങിച്ച ഗവൺമെന്റ് ജനങ്ങളുടെ പ്രതിബദ്ധമാണ്, നടപ്പിലാക്കണം. പക്ഷേ കേരളത്തിലെ തൊഴിലാളി മേഖലയെ ബാധിക്കുന്ന പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ലക്ഷക്കണക്കിന് കുടുംബങ്ങൾ അതിനെ അധിവസിക്കുന്നതാണ്, അതുമായി ബന്ധപ്പെട്ടതാണ്. അവർ ഉപജീവന മാർഗ്ഗമാണ്. ആ പ്രസ്ഥാനമാകെ തകർന്നു പോയി. പൊതുമേഖല തകരുന്നത് മാത്രമല്ല, പൊതുഗതാഗത തകർന്ന് തകരും. എന്നുവെച്ചാൽ ഇതിന്റെ ഭാഗമായി പ്രൈവറ്റ് സ്വകാര്യ മേഖല തകരും. ആ സ്വകാര്യ മേഖലയും ഒരുപോലെ തകരുന്ന അവസ്ഥ ഉണ്ടാകും, പൊതുമേഖല തകരുന്ന അവസ്ഥ ഉണ്ടാകും. അതിനെന്താണ് സർക്കാർ ബദലായി കാണുന്നത്? അപ്പോൾ സ്വാഭാവികമായിട്ട് അവർ പറയുമ്പോൾ വ്യക്തതയുണ്ടല്ലോ. അതിന് ഗവൺമെന്റ് എന്താ കണ്ടുപിടിച്ചതെന്ന് അത് നടപ്പിലാക്കണമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ജനങ്ങൾക്ക് മുന്നിൽ നടത്തിയ വാഗ്ദാനം നടപ്പിലാക്കണം. ഇത് ഇവിടുത്തെ ബഹുമാനപ്പെട്ട മുൻ മന്ത്രി പറഞ്ഞിട്ടുള്ളതിന് അർത്ഥം എന്തുവെന്ന് ചോദിച്ചാൽ, ആ മേഖലയെ ബന്ധപ്പെട്ട പഠനം നടത്തിയ ഒരാളെന്ന നിലയിൽ സ്വാഭാവികമായി അത് സംഭവിക്കാമോ ദുരന്തത്തെക്കുറിച്ച് മുൻകൂട്ടി കണ്ടു പറയുന്നത്. അപ്പൊ അത് ദുരന്തം സംഭവിക്കാതെ ഗവൺമെന്റ് ബദൽ സംവിധാനം ചെയ്യണം. ഇപ്പോൾ നടപ്പിലാക്കണം. അതിന് ഗവൺമെന്റ് ബഡ്ജറ്റിൽ നിന്ന് പൈസ കൊടുക്കണം. നല്ലതായിരുന്നു വന്നു കഴിഞ്ഞാൽ. ഓക്കെ. കിട്ടുമോന്ന് അറിയത്തില്ല. പ്രതീക്ഷയുണ്ടോ അങ്ങനെ ഒരു യാത്ര സാധ്യമാകും? പ്രതീക്ഷയില്ല. എല്ലാവർക്കും അത് കൊടുക്കാൻ പറ്റില്ല. അപ്പൊ അതൊരു നഷ്ടപരിപാടിയാണ്. അതെ. ഈ രാജ്യത്ത് ഒരു ജനങ്ങളെന്ന് പറയുന്നത് ഒരുപാട് മനസ്സിലാക്കാനുണ്ട്. എന്താ പറയുക, ഇവിടെ KSRTCയിൽ ഈ കഷ്ടപ്പെട്ട് കിടക്കുന്ന നമ്മുടെ ഈ കേരളത്തിൽ KSRTC എൻ്റെ വീട്ടിലും പെണ്ണുങ്ങളുണ്ട്. ഞങ്ങളുടെ വീട്ടിലെ പെണ്ണുങ്ങളാരും ഞങ്ങളെ കൊണ്ടുപോകുന്നു പറഞ്ഞു ഗവൺമെന്റ് അങ്ങോട്ട് കയറിയിരുന്നതേ ഉള്ളൂ. ആ ഗവൺമെന്റ് നമ്മളെ സംരക്ഷിക്കാനുള്ള എല്ലാ കാര്യങ്ങളും എടുത്ത് കൊണ്ടുവരുന്നത് വരെ നമ്മൾ കാത്തിരിക്കണം. ഇവിടെ KSRTCയിൽ എന്തിനാ ഫ്രീ പൈസ കൊടുത്ത് യാത്ര ചെയ്തുകൂടെ? അതല്ലേ എൻ്റെ ശരി. ഇവിടെ ഖജനാവിലൊന്നും ഒന്നുമില്ല. ഇവരെ ഇവിടെ കൊണ്ടുപോകാനാ? കാസർഗോഡ് നിന്ന് കന്യാകുമാരി പോകണം. വീട്ടിൽ പെണ്ണുങ്ങളില്ല. ഇപ്പൊ ചുരുക്കി പറയാം, ഈ പെണ്ണുങ്ങളെല്ലാം കൂടെ നല്ല പെണ്ണുങ്ങൾക്കൊന്നും ഫ്രീ വേണ്ട. അതുകൊണ്ട് ഈ പെണ്ണുങ്ങളെന്ന് പറയരുത്. കേരളത്തിലെ പെണ്ണുങ്ങൾ ആരും ഇതിന് ഒരുക്കമല്ല. പിന്നെ കുറെ ഒരു മോശപ്പെട്ട കുറെ ആളുകൾ ഇപ്പൊ ഞങ്ങളെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് സാരി എടുത്ത് കൊടുത്തോണ്ട് നടക്കുക. ആ കേസിലൊന്നും എനിക്ക് എന്തെങ്കിലും ബദൽ മാർഗങ്ങളൊക്കെ ബദൽ മാർഗം ഇവിടെ ഒരു 1000 രൂപ പെൻഷൻ അധികം കൊടുക്കുന്നു, മറ്റ് സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ പരിഗണിക്കുന്നു, ആശാ വർക്കർമാർക്കെല്ലാം ജോലി കൊടുക്കുന്നു. ഇങ്ങനെ പല പല വിഷയങ്ങൾ ഇനിയും ഗവൺമെന്റ് ഓരോന്ന് കൊണ്ടുവരും. അങ്ങനെ കൊണ്ടുവരാനാണ്. അപ്പൊ ഇവിടെ പ്രതിപക്ഷം എന്ന് പറയുന്ന പാർട്ടി ശക്തമാണ്. അപ്പൊ അവര് ഈ കേരളത്തെ തുലയ്ക്കാനേ നോക്കത്തുള്ളൂ. അത് ഓരോ ഗവൺമെന്റും മാറി വരുമ്പോൾ ഓരോരോ വാഗ്ദാനങ്ങൾ പറഞ്ഞാൽ ചിലപ്പോൾ നടപ്പിലാക്കി. ഇതിനുള്ള സാമ്പത്തികം ഇടുന്നതാണ്. ഇത് നമ്മളെ പോലുള്ള ജനങ്ങളിൽ നിന്നല്ലേ വാങ്ങിക്കുന്നത്. അത് എവിടുന്നാണ്? അതിനുള്ള സ്രോതസ് എവിടെ?
ഈ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ സർക്കാർ തന്നെ വളരെ കടത്തിലാന്നാ പറയുന്നത്, ലോൺ എടുക്കുന്നു കേന്ദ്രത്തിൽ നിന്ന്. അപ്പൊ അങ്ങനെ വരുമ്പോ എല്ലാവർക്കും ഈ ഫ്രീ ആയിട്ട് കൊടുക്കുക എന്ന് പറയുമ്പോൾ അത് സ്വാഭാവികമായിട്ടും ഇത് എവിടെ ബാധിക്കും ഈ സാമ്പത്തികം? കഴിഞ്ഞ 15-ാം തീയതി പറഞ്ഞിരുന്ന വാക്കാണ്, അത് ഈ 15-ാം തീയതിയിലേക്ക് നടപ്പിലാക്കി എത്രത്തോളം മുന്നോട്ട് പോകുന്ന പറയാൻ പറ്റും. ഒരു വലിയൊരു ഭീഷണിയാകും സാധാരണ എല്ലാരും ഇത് പിന്നീട് ബാധിക്കും, അത് ഉറപ്പായിട്ട്. കാരണം നഷ്ടം വരും, പ്രൈവറ്റുകാർക്ക് നഷ്ടം വരും. അഭിപ്രായം ഞങ്ങൾ നിത്യം ഇവിടെ കച്ചവടത്തിനും ഒക്കെ വരുന്നവരല്ലേ, നിത്യം യാത്ര ചെയ്യുന്നവരാ. അപ്പൊ 10 രൂപയുടെ ലാഭം കിട്ടിയ അത്രയും കാര്യം. പ്രൈവറ്റ് ബസ്സിന്റെ ഡ്രൈവർമാര്, കണ്ടക്ടർമാര്, അതിനകത്ത് ക്ലീനർമാര്, അപ്പൊ അവരുടെ വീട്ടില് ഈ പറയുന്ന അവർക്ക് വിഷമങ്ങളുണ്ടാവും, അവർക്കും ജീവിക്കണ്ടേ. അപ്പൊ ഇതൊരു നല്ല തീരുമാനമായിരുന്നു. നല്ല തീരുമാനമാണോ ഗവൺമെന്റ് എടുത്തതെന്ന് അവര് ഗവൺമെന്റ് മേലധികാരിയൊക്കെ അതറിയുവോ? അവര് വോട്ട് മേടിച്ച് ജയിക്കാൻ വേണ്ടി അവര് പിന്നെ ഇങ്ങനെ വാഗ്ദാനങ്ങൾ കൊടുത്ത് നടപ്പിലാക്കുമോ എന്ന് നമ്മൾ അറിയാൻ പറ്റുമോ?